ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് തന്നെ ഒരു അടിപൊളി ഫ്ലവർ ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു ടിഷ്യൂ എടുത്തിട്ടുള്ളൂ. ഞങ്ങൾക്ക് എത്ര പൂ ഉണ്ടാക്കണോ അതിനനുസരിച്ച് ടിഷ്യൂ പേപ്പർ എടുക്കുക. ഞാനെടുത്ത ടിഷ്യൂ പേപ്പർ കുറച്ച് വലിയ ടിഷ്യൂ പേപ്പറാണ് നോർമലിനെക്കാളും. അപ്പോൾ ഇതേ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ മടക്കിയെടുക്കുക. എന്നിട്ടൊരു വട്ടത്തിൽ വെട്ടിയെടുക്കുക. ഇങ്ങനെ വട്ടത്തിൽ വെട്ടിയെടുക്കുക. ഞാൻ വെട്ടിയപ്പോൾ ചെറുതായിട്ടൊരു മഴത്തുള്ളി പോലെ ആയിട്ടുണ്ട്. നിങ്ങൾ വെട്ടുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വട്ടത്തിലേക്ക് വെട്ടിയെടുക്കുക. ടിഷ്യൂ പേപ്പർ തന്നെ ഇതിന് വേണമെന്നില്ല, സാധാ പേപ്പർ ആയാലും മതി. കണ്ടില്ല, ഞാൻ പറഞ്ഞില്ലേ മഴത്തുള്ളി പോലെയൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ വെട്ടിയപ്പോൾ കുറച്ച് നേരം പൊന്തി നിൽക്കുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ ആ മഴത്തുള്ളീൻ്റെ ആ ഒരു സംഭവം കൂടി വെട്ടി കളഞ്ഞു. ഇപ്പോൾ കറക്റ്റ് റൗണ്ട് ഷേപ്പ് ആയിട്ടുണ്ട്. ഞാനൊരു പേപ്പറും കൂടി വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. തികയൂല എന്തായാലും, അതുകൊണ്ടൊരു പേപ്പറും കൂടി വെട്ടിയെടുക്കുന്നുണ്ട്. പേപ്പർ എടുക്കാനുള്ളൊരു കാരണം നമുക്ക് കളറ് മിക്സ് ചെയ്യണം. അപ്പോൾ പേപ്പറിലേ അത് പറ്റുള്ളൂ. പേപ്പറിൽ പറ്റാൻ കാരണം, ഈ ടിഷ്യൂവിൽ പറ്റാത്ത കാരണം എന്താ വെച്ചാൽ അത് വെള്ളത്തിൽ മുക്കണം. അപ്പോൾ അത് ടിഷ്യൂ ഫുള്ള് അലിഞ്ഞു പോവും. അതെങ്ങനെ ഇപ്പോൾ ഇതേപോലെ ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മളൊരു റെഡ് സ്കെച്ച് എടുത്തിട്ട് ഒരു ബോർഡർ പോലെ വരച്ചിട്ട് അതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വരച്ചാൽ മതി, കളറൊന്നും ചെയ്യണ്ട. അപ്പോൾ അങ്ങനെ വരച്ചിട്ട് നമ്മൾ വെള്ളത്തിൽ മുക്കണം. ഞാൻ മുക്കി അങ്ങനെ ആയതാണ്. അതേപോലെ വെള്ളത്തിൽ മുക്കിയെടുക്കാം. ഞാൻ ഫുള്ള് മുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പൈതി ഇങ്ങനെ റൗണ്ടായിട്ട് മുക്കിയെടുക്കുന്നത്. അങ്ങനെ അത് ഫുള്ള് ഞാൻ മുക്കിയെടുത്തു. ഇനി നമ്മളൊരു പേപ്പർ ഗ്ലാസ് എടുക്കുന്നുണ്ട്. അതിങ്ങനെ കമത്തി വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. വെള്ളം നനഞ്ഞുകൊണ്ട് ഇനി ഒട്ടിക്കേണ്ടെന്ന് ആവശ്യമില്ല, ജസ്റ്റ് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ പൂ എടുക്കുമ്പോൾ ആ റെഡ് കളർ ഇങ്ങനെ കാണും, നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ ചെയ്തു. ഇനി അടുത്ത ലെയറൊക്കെ ചെയ്യാം. ഇതിപ്പോൾ സെക്കൻഡ് ലെയർ അല്ല, തേർഡ് ലെയറാണ്. ഇപ്പോൾ ലാസ്റ്റാണ്. ഇതിപ്പോൾ കിട്ടുമോയെന്നറിയില്ല. എന്താ പറയുക, ഇത് ഉണങ്ങിയിട്ടാണ് ശരിക്കും എടുക്കൽ. നമുക്കെന്തായാലും എടുത്ത് നോക്കാം. അങ്ങനെ കമഴ്ത്തിയിട്ട് പതുക്കെ ഇങ്ങനെ കമഴ്ത്തി പതുക്കെ ഇങ്ങനെ തിരിച്ചിട്ട് എടുക്കുക. വാവ്, അതിൽ ടിഷ്യൂ ചെറുതായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് അവിടെ കളറില്ലാത്ത ഭാഗം. ആ കളർ വെള്ളം ഇങ്ങനെ ഒലിക്കുകയായിരുന്നു അതിൻ്റെ ഉള്ളിൽ കൂടി. അപ്പോൾ ഞാൻ വേറൊരു ഫ്ലവറും ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിന് കളറില്ല, അത് കംപ്ലീറ്റും അല്ല. ഞാൻ എന്തായാലും കാണിച്ചു തരാം. അതാണ് ആ ഫ്ലവർ. അതിന് പക്ഷേ കുറേ ലെയർ ഉണ്ട്, പക്ഷെ അത് കംപ്ലീറ്റ് അല്ല. ഇതാ കുറച്ച് ലെയറേ ഉള്ളൂ, പക്ഷെ അത് കംപ്ലീറ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.